ഇങ്ങനെയുണ്ട് വേദന എങ്ങനെയുണ്ട്? കുറവുണ്ടാ? കണ്ടാ ഞാൻ ആ പച്ചര അരച്ച് തേച്ചോണ്ടല്ലേ ഇപ്പൊ ഇത്തിരി ആശ്വാസം ഉള്ളത്. കുഴപ്പമില്ലല്ലേ? വെള്ളിങ്ങനെ അനക്കി വെരലിങ്ങനെ അനക്കി നോക്ക്. ഇതാവണ്ടേ ഇത്? ഓ ആ എന്റെ പൊന്നോ, നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഒന്ന് ഉറക്കുവോ? ഒന്ന് ഉറക്ക്, കരച്ചിൽ തുടങ്ങിയിട്ട് നിർത്തുന്നില്ല. ഓ നീ കൊറേ നാൾ നിന്ന് ഇരുന്ന് കിടന്നൊക്കെ ഉറങ്ങിയല്ലേ, നീ കുറച്ചാള് ഉറങ്ങാതിരി. ഒന്ന് പോയേട്ടാ, 24 മണിക്കൂർ ഉറങ്ങാതിരിക്കുമ്പോഴേ അറിയുള്ളൂ. ഞാൻ ഇന്നലെ രാത്രി പോലും ഒരുപോലെ കണ്ണടച്ചതല്ല. ഒന്ന് എടുക്കാച്ചാ. മോളെ അത് വിശന്നിട്ടായിരിക്കാണ്, നീ ഇച്ചിരി പാല് കൊടുത്താ മതി. ഞാൻ പാല് കൊടുത്തൂന്ന്, എന്നിട്ടും ഒരു രക്ഷയില്ല. ഓ ആരെങ്കിലും ഇതിനെ ഒന്ന് ഉറക്കി തരുമോ? ഇതിനെന്നാ ഇടിയത്? നിന്റെ കുഞ്ഞല്ലേ? എന്റെ അച്ഛ, എനിക്കിപ്പോ ഒന്നും മനസ്സിലാവാത്ത അവസ്ഥയിലാണ് നിക്കുന്നത്. എന്റെ അച്ഛൻ ഒന്നും ഉറക്കിത്താച്ചാ. ഒരു കാര്യം ചെയ്യ്, പാട്ട് പാടി ഉറക്ക്. ചേട്ടാ, ഞാൻ അറിയാവുന്ന ഭാഷയിൽ മൊത്തം ഇവിടെ പാടിയിട്ടായിരിക്കുന്നത്. ഒന്ന് പിടി ആരെങ്കിലും. ഞാൻ ഉറക്കിക്കോളാം. മക്കളെ, കൊച്ചുമക്കളെയൊക്കെ ഞാൻ ഒരുപാട് വളർത്തിയിട്ടുള്ളതാ. ഗുഡ് നൈറ്റ്. എടി നീ ഇവിടെ ഇരിക്ക്. അച്ഛല്ലേ പറഞ്ഞത് മക്കളെ കൊച്ചു മക്കളെ അച്ഛൻ കുറെ ഉറക്കിയിട്ടുള്ളതാണ്. അച്ഛൻ ഉറക്കിക്കോ. അമ്മേ, എന്റെ അമ്മേ. ഉറങ്ങുന്നില്ലല്ലോ. ഉറങ്ങിയാ? ഇല്ല. മോള് കരയും, നീ ഒരു പാട്ട് പാട്. ഈ കണ്ണനെ കണ്ട് കണ്ട് ചിരിച്ചും കൊണ്ടോ മനമുത്തുറങ്ങ്, താമരത്തുമ്പിയായി പറന്നോടാനാലില കുഞ്ഞുറങ്ങ്, സൂര്യനും ചന്ദ്രനും പോൽ ഉറങ്ങുറങ്ങാരിരാരോ, കണ്ണയുറങ്ങുറങ്ങ് പൊന്നുമന കുഞ്ഞയുറങ്ങുറങ്ങ്, കണ്ണനെ കണ്ട് കണ്ട് ചിരിച്ചും കൊണ്ടോ മനമുത്തുറങ്ങ്. എന്നിലെരിഞ്ഞു തുടങ്ങിയ തിക്കനൽ നെഞ്ചിനെ കത്ത് പെട്ടെന്ന് പെട്ടിച്ചതും വേറെ പെട്ടിച്ചത് എന്നിലെരിഞ്ഞു തുടങ്ങിയ തിക്ക എന്താ? അല്ല, നമുക്കിങ്ങനെ ഇരുന്നാ മതിയാ? കുറച്ച് നിക്ക്, നീ എണ്ണിച്ചില്ലേ? അയ്യോ അതല്ല, ഇങ്ങനെ നിന്നാ മതിയാന്ന് നമുക്ക്. എന്നാ കുറച്ചേരം കിടക്കാം. ഇതപ്പ നമ്മളിങ്ങനെ ഇരുന്ന് കിടന്ന് നിന്നാ മതിയാ? പിന്നെന്താ ചെയ്യണ്ടേ? ഇവിടെ ഒരു കൊച്ചൊക്കെ വന്നില്ല, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. എന്ത് കാര്യങ്ങള്? ചിലപ്പോ ഒരു തൊട്ടില് കെട്ടാം, കുറെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിയാ നമുക്ക്. എടാ, തൊട്ടിലിന്റെ കാര്യം ബാദുഷായി ചേട്ടൻ ഡീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കളിപ്പാട്ടം അല്ലേ? നമുക്കൊരു ബാറ്റും ബോളും മേടിക്കാം, എന്നിട്ട് ഇപ്പഴേ ട്രെയിനിങ് തുടങ്ങും. തൊട്ടില് കിടക്കുന്ന കൊച്ചിനും ബാറ്റും ബോളും. എടാ, ഇപ്പഴേ ട്രെയിനിങ് തുടങ്ങി കഴിഞ്ഞാൽ അവള് വളർന്ന് വലുതാകുമ്പോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ കയറത്തില്ലേ? അപ്പൊ അവളുടെ ഭാവി സുരക്ഷിതമാകത്തില്ലേ? അല്ല നമ്മളെ പോലെ അലഞ്ഞിരി നടക്കേണ്ടി വരുമോ? എന്തുവാ എന്തുവാ? നമ്മളെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരുമോ? നമ്മളെ പോലെയല്ല, ചിറ്റപ്പനെ പോലെ. ഞാൻ സ്റ്റുഡന്റ് ആണ്. സ്റ്റുഡന്റിന്റെ പഠന നിലവാരം എന്നെക്കാട്ടി മികച്ചതായതുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ എല്ലാവിധ സാധ്യതയും ഉണ്ട്. ചിറ്റപ്പൻ പ്രാകുന്നാ? എടാ, ഞാൻ പ്രാവിയൊന്നുമില്ല, സത്യം പ്രാവില്ല. ആ തുപ്പിക്കളത് തുപ്പ് ഇറക്കില്ല ചിറ്റപ്പ അത്. അപ്പൊ ഞാൻ പിരിവഴിയിലാവട്ടെന്നല്ലേ? ഞാൻ ഇറക്കത്തില്ല, മക്കളെ ഒരിക്കലും പെരുവരാകത്തില്ല. എന്തായാലും എന്റെ കണക്കല്ലല്ലോ. നീ പഠിച്ച് സെറ്റപ്പ്, നീ ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ഒക്കെ ആവണം. എന്നിട്ട് പ്ലെയിൻ പറത്തേക്ക് പോണം അങ്ങോട്ടെങ്കിലേ. ഓ എടുത്തോണ്ട് പോവും. അതിനെപ്പറ്റി നമ്മൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കണം അല്ലേ ചിറ്റപ്പാ? നമ്മൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കല്ലേ? നിങ്ങൾ എടുത്തോണ്ട് പോവെങ്കിലേ ഞാൻ അച്ഛന്റെ അടുത്ത് പറഞ്ഞേ പോലീസിന് പരാതി കൊടുക്കും. നീ പരാതി കൊടുക്കണം. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടോ, എന്തായാലും ചിറ്റപ്പനും ഒരു കല്യാണം കഴിക്കും. അപ്പൊ ചിറ്റപ്പനും ഒരു വാവ വരും. അന്നേരം നീ കൊച്ചിനെ എടുക്കട്ടോ എന്ന് പറഞ്ഞ് വരുമല്ലേ? അന്നേരം ഞങ്ങളെ കാണിച്ചു തരും അല്ലേ? ഇല്ലേ ഇല്ലേ? നീ കുറെ നേരമായിട്ട് അല്ലേ ചോദിക്കുന്നല്ലടാ. നീ എവിടെയെങ്കിലും നീ എനിക്കിട്ട് വെക്കുവല്ലേ കുറെ നേരം കൊണ്ട്? അല്ല, കാര്യം പറയല്ലേ, കാര്യം പറയല്ലേ. നിനക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലേ? എനിക്ക് വേറെ എന്താ പരിപാടി? കുളിക്കണം. എന്നാ പോയി കുളിച്ചൂടെ? നാറന്ന് പോ. പിന്നെ ഇവിടെ ഭയങ്കര മണമാണല്ലേ? എന്താ ഇവിടെ മണത്തിലല്ലോ കുഴപ്പമുണ്ടോ? കേറാൻ പറ്റുന്നില്ല അങ്ങോട്ട്. എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് കയറി ഇരിക്കുന്നത് എന്തിന്? ഞാൻ പറഞ്ഞ ആൻസർ താ. എന്റെ വാവനെ എടുത്തോണ്ട് പോവോ? ഞാൻ നിന്റെ വാവ എടുത്തോണ്ട് പോകും. പ്ലീസ് സുമേഷാമ്മ, എടുത്തോണ്ട് പോവല്ലേ പ്ലീസ്. എടുത്തോണ്ട് പോകുന്നു. എടുത്തോണ്ട് പോവോ? എങ്കിൽ
ഞാൻ കാണിച്ചു തരാം. ആ കാണിച്ചു തന്നാ മതിയാള്. ഓ ഓ ഓ ഓ ഓ ഓ ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ